കളിക്കട്ടെ, കിളികളെ പിടിക്കട്ടെ, അവര് പുഴയിൽ നീന്തട്ടെ, പുഴയിൽ ചാടട്ടെ, ഈ മണ്ണിന്റെ സംസ്കാരം അവർ ഉൾക്കൊള്ളട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണനായിട്ട് മാറാം. അമ്പാടിയിലെ മണ്ണിൽ കളിച്ച, കാളിന്തിയിൽ നീന്തിത്തുടിച്ച, അതുപോലെ തന്നെ ഗോവർദ്ധന പർവ്വതത്തെ, ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത്, നമ്മുടെ ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത്. ഗോവർദ്ധന പർവ്വതമാണ് നമുക്ക് അന്നവും വെള്ളവും ശുദ്ധവായുവും എല്ലാം തരുന്നത് എന്ന് പറഞ്ഞ് ആ ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുവാൻ വേണ്ടി ജനങ്ങളെ തയ്യാറാക്കിയ ശ്രീകൃഷ്ണൻ. അപ്പൊ ആദ്യമായിട്ട് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും പുഴയെ മലിനമാക്കാതിരിക്കാൻ വേണ്ടിയായിട്ടുള്ള പ്രവർത്തനം ചെയ്യണമെന്നെല്ലാം ആഹ്വാനം ചെയ്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരിക്കും നമുക്കൊരു മാതൃക തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് മുഴുവൻ ഈ സന്ദേശം, മഹത്തായ സന്ദേശം പകർന്നു കിട്ടണമെങ്കിൽ കുട്ടികൾ മണ്ണിൻ്റെ സംസ്കാരം വളരണം. അവർക്ക് വേണ്ടിയായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ബാലഗോകുലത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനി വരുന്ന ഞായറാഴ്ചകളിൽ സജീവമായിട്ട് ഇവിടെ ബാലഗോകുലം നടക്കണം എന്നുള്ള ആഹ്വാനം നടത്തിക്കൊണ്ട് ഇനി വരുന്ന എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും ഇവിടുത്തെ ബാലഗോകുലത്തിലെ എല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളത്തെ ശ്രീകൃഷ്ണ ജയന്തി മനോഹരമായിട്ട് എല്ലാവരും ഈ ഗ്രാമത്തെ മുഴുവൻ അമ്പാടിയാക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ആശംസ പ്രഭാഷണം ഡോക്ടർ കൃഷ്ണമൂർത്തി, കൊച്ചി മഹാനഗരം സംഘചാലക്, UGC എമറേറ്റ് പ്രൊഫസർ, മാത്സ്